കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. MMPC 2 MBAയിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളത്തെ മീൻസ് ഇതിനു മുമ്പ് നടന്നിരുന്ന എക്സാംസിന്റെ പ്രീവിയസ് ഇയർ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്യുന്നത്. ഡിസംബർ 2025 എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് ഒരു ലാസ്റ്റ് ടൈം ലേണിംഗിൽ എല്ലാ ടോപ്പിക്കും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിലബസ് മാപ്പിങ്ങിൽ നമ്മൾ ബ്ലോക്ക് വൈസ് എല്ലാ കാര്യങ്ങളും 1 to 14 4 ബ്ലോക്കുകളായിട്ട് 1 തൊട്ട് 14 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ്, റിവാർഡ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ കേസ് സ്റ്റഡി ഒന്നും നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. പണ്ടത്തെ നോക്കുവാണെങ്കിൽ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും ചേർന്നിട്ടുള്ള പരീക്ഷയാണ്. പിന്നെ അത് സെക്ഷൻ എയും ബിയും മാത്രമായിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പാറ്റേൺ ഒക്കെ മാറി ഫുള്ളി ഒരു 8 ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 8 ചോദിച്ച് അതിൽ ഏതെങ്കിലും 5 എഴുത് എന്നുള്ള രീതിയിലോട്ടൊക്കെ പാറ്റേൺ മാറുന്നുണ്ട്. അപ്പോൾ മാറി വരുന്ന എക്സാം പാറ്റേൺ എന്താണെന്നും അതിന്റെ വെയിറ്റേജ് എന്താണെന്നും അനലൈസ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായി നോക്കുന്നത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാണ്. എന്താണ് HR, അതിന്റെ എവല്യൂഷൻ, ഡെഫിനിഷൻ, HRന്റെ പ്രോസസ്സ്, അതേപോലെ പെർഫോമൻസ് അപ്രൈസൽ, അതിന്റെ പ്രോസസ്സ് ഒക്കെ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ്. അതും നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ. ഈ വരാൻ പോകുന്ന 2025 ഡിസംബറിൽ വരാൻ പോകുന്ന എക്സാംസിൽ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്ക് ഏതാണെന്ന് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുന്നത് മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പറാണ്. നമ്മളൊരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ ഫുൾ ലെങ്ത്തിൽ 100 മാർക്കിന്റെ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസും ലേൺവൈസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ മോഡൽ ആൻസേഴ്സ്, ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എത്ര പേജ് അല്ലെങ്കിൽ എത്ര വേർഡ്സിലാണ് ഓരോ മാർക്കിന്റെ 20ന്റെയും 10ന്റെയും ഒക്കെ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിങ്ങിൽ നമ്മളൊരു 10 ഓർ ഈക്വൽ 10 അല്ലെങ്കിൽ അത് തുല്യമായ രീതിയിലോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നു. 10 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതിന് ഹൈ പ്രയോറിറ്റി, 5 to 9 ബേസിലായിട്ട് വന്നിട്ടുള്ളതിന് മീഡിയം ബേസും, അതേപോലെ തന്നെ ലോ ബേസിൽ ബിലോ 5ൽ കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 5ൽ താഴെ ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ലോ ബേസിലുമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. പിന്നെ ഈ ഒരു ബാർ ചാർട്ടിൽ നമ്മൾ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റിന്റെ ബേസിലാണ് തന്നിട്ടുള്ളത്. അപ്പം ഓരോ ബ്ലോക്ക് വൈസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ, ഈ ഒരു ബാർ ചാർട്ട് നോക്കുമ്പോൾ തന്നെ സെക്കൻഡ് ബ്ലോക്കും തേർഡ് ബ്ലോക്കും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 2 ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 4ഉം പിന്നെ ബ്ലോക്ക് 1ഉം. പിന്നെ ഹീറ്റ് മാപ്പ് അനലൈസ് ചെയ്യുന്നതിലൂടെ ബ്ലോക്കുകളും അതിന്റെ ഓരോ യൂണിറ്റ് 1 തൊട്ട് 14 വരെയാണ് HRന്റെ യൂണിറ്റ് വരുന്നത് 4 ബ്ലോക്കുകളായിട്ട്. അതിലെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ഉം 2ഉം, അതേപോലെ തന്നെ നമുക്ക് യൂണിറ്റ് 4, അതുപോലെ 10, 11, 12 ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ നിന്നൊക്കെ നേരെ തിരിച്ച് നമുക്കധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ലാത്തതാണ് കേട്ടോ. അപ്പം ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക്
വരുന്നത്. അടുത്തത് കോംപ്രഹെൻസീവ് അനാലിസിസ് ആണ്. നമ്മളിവിടെ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെ പോർഷൻസ് ഏതാണെന്ന് നമ്മളിവിടെ നോക്കുന്നുണ്ട്. അത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, 10 അതിൽ കൂടുതലോ ആണെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ 5 തൊട്ട് 9 വരെ അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ ടോപ്പിക് ആണെങ്കിൽ അത് മീഡിയം ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. 5 or below 5 ആണെങ്കിൽ നമുക്ക് അപ്പിയർ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അത് ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 1 HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബേസിക്സ് ആൻഡ് എവല്യൂഷൻ, ഒരു പ്രാവശ്യം പോലും ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന പരീക്ഷകളിലൊന്നും അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഫംഗ്ഷൻ ആൻഡ് റോൾ ഓഫ് HR മാനേജർ 0 അപ്പിയറൻസ് എന്നാണ് കാണിക്കുന്നത്. നമുക്കിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജൂലൈ 23 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തെ ക്വസ്റ്റ്യൻസിലൊന്നും അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. പിന്നുള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 HR-ന്റെ AI കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അത് 2 പ്രാവശ്യം ചോദിച്ചു. കാരണം ഇപ്പം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കറണ്ട് സിനാരിയോ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. AI-യും HR അനലിറ്റിക്സും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് ബാങ്ക്, അത് നമുക്ക് പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഓർഗനൈസേഷൻ എൻവിറോൺമെന്റ് ആൻഡ് HRM 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 2023 ജനുവരി ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യം എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യണമെന്നില്ല, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് HRP. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ജോബ് അനാലിസിസ് ഡിസൈൻ ആൻഡ് ഇവാലുവേഷൻ, അത് റെഗുലർ ബേസിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ജോബ് അനാലിസിസും ജോബ് ഡിസൈനും നമ്മളത് ലൈവ് സെഷനിലൊക്കെ കുറേ വട്ടം പറഞ്ഞു പോയതാണ്, അത് കൃത്യമായി പഠിച്ചോളുക. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻസ് രണ്ടിനെയും കമ്പയർ ചെയ്തും അതേപോലെ തന്നെ ഒന്നിനെ പോസിറ്റീവും ഒന്ന് നെഗറ്റീവായിട്ടും കണ്ടിട്ടൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് നമ്മുടെ ഒപ്പീനിയൻ ഒക്കെ. അപ്പം ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആയ റിക്രൂട്ട്മെന്റും സെലക്ഷനും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 സോഷ്യലൈസേഷൻ, ഇൻഡക്ഷൻ ആൻഡ് മൊബിലിറ്റി സെപ്പറേഷൻ. ഇത് നമുക്ക് ഒരിടയ്ക്ക് നമുക്കങ്ങനെ ചോദിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഈ കഴിഞ്ഞ എക്സാംസിലൊക്കെ ഇത് ചോദിച്ച് വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അത് നമ്മൾ കൃത്യമായി പഠിച്ചു പോവേണ്ടതാണ്. ട്രെയിനിങ്ങിന്റെ പ്രോസസ്സോ ട്രെയിനിങ്ങിന്റെ ടൈപ്പോ നമുക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നുള്ളത് ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 11 കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്, 3 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 6 പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കോച്ചിങ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്നും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും സ്ഥിരമായി പരീക്ഷയ്ക്ക് വരുന്നതാണ്. നമ്മളൊരു 10 മെത്തേഡെങ്കിലും പഠിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും 5 എണ്ണമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 9 കരിയർ പ്ലാനിങ് ഡെവലപ്മെന്റ് സസഷൻ. നമുക്ക് പൊതുവെ സസഷൻ പ്ലാനിങ് എന്താണെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവും പരീക്ഷയ്ക്ക്, അത് തന്നെയാണ് കരിയർ പ്ലാനിങ് ബേസ് എഴുതേണ്ടത്. അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 12th യൂണിറ്റിൽ എംപവർമെന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, അതേപോലെ ക്വാളിറ്റി സർക്കിൾ നമുക്ക് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസിപ്ലിൻ 4 പ്രാവശ്യം, പക്ഷെ ലോ ആണ്, പക്ഷെ 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇച്ചിരി പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 ട്രേഡ് യൂണിയൻ ആൻഡ് എംപ്ലോയി അസോസിയേഷൻ, അത് നമുക്കൊരു 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ബേസ്ഡ് അനാലിസിസിൽ നോക്കുമ്പോൾ ലാസ്റ്റ് ബ്ലോക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 3rd ബ്ലോക്കും 4th ബ്ലോക്കും അതേപോലെ തന്നെയാണ് സെക്കൻഡ് ബ്ലോക്കും നമുക്ക് അത്യാവശ്യം സീരിയസ് ആയിട്ട് പഠിച്ചു പോവേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു കീ പോയിന്റ് നോക്കുവാണെങ്കിൽ, നമ്മൾ ടോപ്പിക് വൈസ് അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ, ജോബ് ഇവാലുവേഷൻ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. പെർഫോമൻസ് അപ്രൈസൽ, കോച്ചിങ് ഒരു കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഇതും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോകേണ്ടതാണ് കരിയർ പ്ലാനിങ് ഡെവലപ്മെന്റ്, അതേപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പിന്നെ ഗ്രീവൻസസ് ഹാൻഡ്ലിങ്, ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് നോക്കുവാണെങ്കിൽ 8 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എഴുതാനാണ് ചോദിച്ചു കാണാറുള്ളത്.
അതുകൊണ്ട് തന്നെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ്റെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. 350 to 450, 350 തൊട്ട് 450 വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾസും അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷനും ഡെഫിനിഷനും പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് അതിനെ കൺക്ലൂഡ് ചെയ്ത് എഴുതേണ്ട ഫോർമാറ്റാണ്. കേസ് സ്റ്റഡീസ് നമുക്ക് 40 മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഡിസംബർ 2021, 22, 23 ജൂണിൽ വരെയൊക്കെ കേസ് സ്റ്റഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു 40 മാർക്കിന്. അതിനുശേഷം കേസ് സ്റ്റഡി അങ്ങനെ കാണാറില്ല. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു 600 തൊട്ട് 800, ഒരു 600 to 800 വേർഡ്സ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും. ഏകദേശം ഒരു മിനിമം ഒരു 5-6 ഷീറ്റെങ്കിലും നമ്മൾ കേസ് സ്റ്റഡി എഴുതേണ്ടി വരാറുണ്ടായിരുന്നു. ഷോർട്ട് നോട്ട്സും ഈ പറയുന്ന പോലെ തന്നെ 20 മാർക്സിൻ്റെത് ഡിവൈഡ് ചെയ്ത് 5 മാർക്സിനോ 10 മാർക്സിനോ ഡിവൈഡ് ചെയ്തിട്ടാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അതൊരു 150 to 180 വേർഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്കൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലോജിക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, കോണ്ടന്റ്, അതിനെ കോണ്ടന്റിന്റെ പോയിന്റ് കൊടുക്കുക, then അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. ഒരു ഫുള്ളി 350 to 400 വേർഡ്സ് കവർ ചെയ്യുന്ന രീതിയിൽ മസ്റ്റായിട്ടും എഴുതി പോവേണ്ടതാണ്. കേസ് സ്റ്റഡി ആണെങ്കിലും ഇൻഡെപ്ത് ആയിട്ട് എഴുതുക, ഡീറ്റെയിൽഡ് ആയിട്ട്. നമ്മുടെ അസംഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ തിയറിയെ ബേസ് ചെയ്ത് എന്തൊക്കെ എഴുതാനുണ്ടോ അതിന്റെ ബേസ് എല്ലാം അവിടെ എഴുതുക. ഷോർട്ട് നോട്ട്സ് ഒരു 150 വേർഡ്സ് ഒക്കെ മതിയാവും നമുക്ക് ഷോർട്ട് നോട്ട്സ്. അത് വളരെ ചെറുതായി ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കും. അടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ഓരോ ബ്ലോക്ക് വൈസോ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബ്ലോക്ക് 1-ൻ്റെത് ഡിസംബർ 2023, ഡിസംബർ 2024, ജൂൺ 23, ജൂൺ 24, ജൂൺ 25 എന്ന എക്സാംസിലൊക്കെ ബ്ലോക്ക് 1-ൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ആവറേജ് പറയുവാണെങ്കിൽ 5.8 ആണ് വരുന്നത്. ബ്ലോക്ക് 2 ആണെങ്കിൽ 31. അതുകൊണ്ടാണ് ബ്ലോക്ക് 2 വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. ബ്ലോക്ക് 3 ആണെങ്കിൽ 29.1ഉം ബ്ലോക്ക് 4 ആണെങ്കിൽ 21.2 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2-ലെ സോഴ്സിംഗ് ആണ്. സോഴ്സിംഗ് ഓഫ് HR, റിക്രൂട്ട്മെന്റ്, സെലക്ഷന്, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അടുത്തത് ബ്ലോക്ക് 3-ലെ പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ. അതിൽ പെർഫോമൻസ് എന്താണെന്നും പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, മെത്തേഡ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ബ്ലോക്ക് 4 വരുമ്പോഴത്തേക്കിന് മോഡേൺ ചേഞ്ച് ഇൻ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻസ്, ഇതൊക്കെയാണ് നമുക്ക് ബ്ലോക്ക് 4-ൽ വരുന്നത്. പിന്നെ നോക്കുമ്പോൾ ബ്ലോക്ക് 1 ആണ് ഫൗണ്ടേഷൻ, എവല്യൂഷൻ, HR എന്താണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും കേസ് സ്റ്റഡിയും അതേപോലെ ഷോർട്ട് നോട്ട്സ്. കേസ് സ്റ്റഡി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇല്ല, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൂടിയിട്ടുമുണ്ട്. ഷോർട്ട് നോട്ട്സ് ഒരേ ലെവലിൽ തന്നെ വന്ന് പോകുന്നുണ്ട്. അപ്പൊ കേസ് സ്റ്റഡീസിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കുറവാണ് കാണുന്നത്. കേസ് സ്റ്റഡി ഇപ്പൊ ചോദിക്കുന്നില്ല, കൂടുതലായിട്ടും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഷോർട്ട് എസ്സേസും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അറിയാമല്ലോ, നമുക്ക് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു 100 മാർക്കിൻ്റെതാണ്. ഓരോ കാര്യങ്ങൾ ഈ ഒരു 92% ടൈമും നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള 8% ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കാൻ ഒരു നിശ്ചിത സമയം എടുക്കുക, അതിന്റെ ആൻസർ മനസ്സിൽ റീകളക്ട് ചെയ്ത് നോട്ട് ചെയ്യാനുള്ളൊരു ടൈം എടുക്കുക. അതിനുശേഷം എങ്ങനെ ഒരു ആൻസർ എഴുതണം, എന്തെല്ലാം കാര്യങ്ങൾ അഡീഷണലി ആഡ് ചെയ്യണമെന്നും അവസാനം അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പിക്ചറൈസേഷൻ മനസ്സിൽ തന്നെ കണ്ടെത്തുക. അടുത്തത് 10 റിക്വയറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. സ്റ്റേറ്റ് ഗോൾ, ഒബ്ജക്റ്റീവ്, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോസസ് മെത്തേഡ്. അപ്പോൾ എന്താണ് പെർഫോമൻസ് അപ്രൈസലും അതിന്റെ പ്രോസസ്സ് എന്താണ്, അതിന്റെ മെത്തേഡ് എന്താണെന്ന് 20 മാർക്കിനൊക്കെ ചോദിച്ചു വരുന്നതാണ്. 10 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളോട് പറഞ്ഞു പോകുന്നത്. അടുത്ത ഡിസ്കസ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്താണെന്നും അതിന്റെ മെത്തേഡും ടൈപ്പും ചോദിക്കാറുണ്ട്. കരിയർ പ്ലാനിങ് എന്താണ്, കരിയർ പ്ലാനിങ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ് എന്താണെന്നും അതിന്റെ പ്രോസസ്സും സ്ട്രാറ്റജീസും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഓർഗനൈസേഷൻ എൻവിറോൺമെന്റ് ആൻഡ് ഇമ്പാക്ട് ഓഫ് AI ടൂൾസ്.
അത് നമുക്കൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. പിന്നെ ഉള്ളത് ഷോർട്ട് നോട്ട്സ് ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, പ്ലാറ്റ്ഫോം എന്താണ്, അതേപോലെ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ട്രേഡ് യൂണിയൻ എന്താണെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിഫൈൻ എച്ച് ആർ എം ആൻഡ് ഇലാബറേറ്റ് ദ ഫംഗ്ഷൻ ആൻഡ് റോൾ ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ തന്നെ മേജർ ടൈപ്പ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ്, ഏതൊക്കെ സെലക്ഷൻ ടെസ്റ്റ് ആണോ ഉള്ളത് അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓർഗനൈസേഷന്റെ സോഷ്യലൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ്. അടുത്തത് എക്സ്പ്ലെയിൻ ഗ്രീവൻസസ്. ഒരു പ്രശ്നങ്ങൾ ഒരു ഓർഗനൈസേഷനകത്ത് വരുവാണെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ഓഫീസറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം രണ്ടുപേരുടെയും കാര്യങ്ങൾ കേൾക്കുന്നു. എന്നിട്ട് ആരുടെ ഭാഗത്താണോ ന്യായം അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ശിക്ഷയും ഒരാൾക്ക് എന്താണ് നിയമത്തിൻ്റെതായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ ആ രീതിയിൽ നമ്മൾ ഗ്രീവൻസസ് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡും പ്രൊസീജിയറും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പിന്നെ എങ്ങനെയാണ് ഓർഗനൈസേഷനെ ഓർഗനൈസ് ചെയ്യുന്നത്, അതേപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ് എന്താണ്, അതിന്റെ ടൈപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. പിന്നെ ഫ്രീക്വൻസി ടേബിൾ ആണ്. ഫ്രീക്വൻസി ടേബിളിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചില ടോപ്പിക്ക്, ഒന്ന് രണ്ട് ടോപ്പിക് ഉണ്ട്. അത് എത്ര പ്രാവശ്യം വന്നു, എത്ര മാർക്കിന് ആവറേജിനാണ്. സ്റ്റേറ്റ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോസസ് ആൻഡ് മെത്തേഡ്. ബ്ലോക്ക് 3 നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 4 20 മാർക്സിനാണ് അപ്പിയർ ചെയ്യാൻ സാധ്യതയുള്ളത്. ഒരു 21 മാർക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ഡിസ്കസ് ജോബ് അനാലിസിസ് കോൺസെപ്റ്റ് ആൻഡ് മെത്തേഡ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ബ്ലോക്ക് 2 യൂണിറ്റ് 5 നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 7 പ്രാവശ്യം 20 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. Write a short note on organization environment and impact of the fifth industrial revolution, AI, analytic on HRM. ബ്ലോക്ക് 1 യൂണിറ്റ് 3 5 പ്രാവശ്യം 20 മാർക്ക്. ഡിഫൈൻ കരിയർ പ്ലാനിംഗ് ഡെവലപ്മെന്റ് ആൻഡ് ഔട്ട്ലൈൻ ദ പ്രോസസ് സ്ട്രാറ്റജി. ബ്ലോക്ക് 3 യൂണിറ്റ് 9 5 പ്രാവശ്യം 20 മാർക്ക്. ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഇലാബറേറ്റ് ഇറ്റ് ഫംഗ്ഷൻ ആൻഡ് റിലവൻസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 and 2 4 പ്രാവശ്യം 20 മാർക്ക്. അടുത്തത് മേജർ ടൈപ്പ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ആൻഡ് ദ റോൾ ഓഫ് ഇന്റർവ്യൂ വിത്ത് എക്സാമ്പിൾ. ബ്ലോക്ക് 2 യൂണിറ്റ് 6 4 പ്രാവശ്യം 25 മാർക്ക്. എക്സ്പ്ലെയിൻ ഓർഗനൈസേഷണൽ സോഷ്യലൈസേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഇൻഡക്ഷൻ പ്രോസസ്. 2 പ്രാവശ്യം ബ്ലോക്ക് 2 യൂണിറ്റ് 7 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 20 മാർക്കിന്. എക്സ്പ്ലെയിൻ ഗ്രീവൻസസ് കോസസ് ഫോം ആൻഡ് ദ ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് ഡിസിപ്ലിൻ പ്രൊസീജിയർ. ബ്ലോക്ക് 4 യൂണിറ്റ് 13 4 പ്രാവശ്യം 20 മാർക്കിന്. Write short note on 4 topic: job description, 4 IR, source of manpower, participative decision making, ട്രേഡ് യൂണിയൻ, HRD സിസ്റ്റം. അത് മിക്സഡ് ആയിട്ടാണ് പലതിൽ നിന്ന് വന്നിട്ടുള്ള ഷോർട്ട് നോട്ട്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള 20 മാർക്കിന് 4 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ട്. അതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ്. റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇത് കൂടാതെ തന്നെ രണ്ടിന്റെയും റിക്രൂട്ട്മെന്റിന്റെയും സെലക്ഷന്റെയും ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് എഴുതാനുള്ള ചോദ്യം ബ്ലോക്ക് 2 നിന്നും യൂണിറ്റ് 6 നിന്നും വന്നിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് 20 മാർക്ക്. ഇതിൽ നോക്കുവാണെങ്കിൽ ഒരു 98% ക്വസ്റ്റ്യൻസ് നമുക്കത് റിപ്പീറ്റഡ് ആണെന്നും അതേപോലെ 3.2% ക്വസ്റ്റ്യൻസുകൾ പുതിയതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. നമ്മളിപ്പോൾ ഓരോ യൂണിറ്റും ഓരോ സമയം കൃത്യമായി യൂസ് ചെയ്യുക, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊന്നും പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കുക, ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഷഫിൾ ചെയ്ത് താളൊക്കെ ഒന്ന് മറിച്ച് നോക്കി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹ്യൂമൻ റിസോഴ്സ് ബേസ് ആൻഡ് എവല്യൂഷൻ. അതിന്റെ പ്രോബിലിറ്റി ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് 62.5% വരാൻ സാധ്യതയുണ്ട്. ഒരു മീഡിയം ലെവലില് 5 പ്രാവശ്യത്തോളം ചോദിച്ചതുമാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതൊരു 50% വരാൻ സാധ്യതയുണ്ട്. 4 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഓർഗനൈസേഷൻ എൻവിറോൺമെന്റ് ആൻഡ് HRM. 50% വരാൻ സാധ്യതയുണ്ട്. മീഡിയം ലെവലാണ്. 4 തവണ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് ഇത് ഒരു പ്രോബിലിറ്റി ബേസ്ഡ് പറയുവാണെങ്കിൽ 25% ആണ്, ലോ ആണ് പറയുന്നത്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഓർഗനൈസേഷൻ എൻവിറോൺമെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിന്റെ പ്രോബിലിറ്റി വരാൻ സാധ്യതയുള്ളത് 50%.
ഇത് 4 പ്രാവശ്യത്തോളം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന്. ഒരു 25% പ്രോബിലിറ്റി ഉണ്ട്, 25% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. 2 പ്രാവശ്യത്തോളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ജോബ് അനാലിസിസ് ഡിസൈൻ ഇവാലുവേഷൻ 62.5% ആണ്. അതിന്റെ ഒരു അപ്പിയറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 5 ആണ്. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 6 റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒരു 75%ഉം വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൈ പ്രയോറിറ്റി ഉള്ളതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 സോഷ്യലൈസേഷൻ ആൻഡ് ഇൻഡക്ഷൻ ആൻഡ് മൊബിലിറ്റി സെപ്പറേഷൻ 37.5% ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് 37.5 ലോ പ്രയോറിറ്റിയിലുള്ളതാണ്. അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് 37.5% ലോ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 പെർഫോമൻസ് അപ്രൈസൽ അത് 100% വരാൻ സാധ്യതയുള്ളതാണ്. ഇപ്പൊ എല്ലാ പരീക്ഷയിലും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പെർഫോമൻസ് അപ്രൈസൽ. നിർബന്ധമായിട്ടും അതിന്റെ ഗോളും പ്രോസസ്സും മെത്തേഡും ഒക്കെ പഠിക്കുക. ബ്ലോക്ക് 3 യൂണിറ്റ് 9 കരിയർ പ്ലാനിങ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ് എന്താണ്, കരിയർ സക്സഷൻ പ്ലാനിങ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് കമ്പൽസറി ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 എംപവർമെന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് 12%വേ ഉള്ളൂ. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസിപ്ലിൻസ് അത് നമുക്കൊരു 50% നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ട്രേഡ് യൂണിയൻ ആൻഡ് എംപ്ലോയർ അസോസിയേഷൻ ഒരു 37.5%ഉം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പൊ ജസ്റ്റിഫിക്കേഷനകത്ത് നമ്മൾ പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ 8 ക്വസ്റ്റ്യൻ എടുത്താൽ 8 തവണയും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒരു 8 ക്വസ്റ്റ്യൻ എടുത്താൽ 6 തവണ, കരിയർ പ്ലാനിംഗ് ഡെവലപ്മെന്റ് സെഷൻ ഒരു 6 തവണയും, HRM ബേസ് ആൻഡ് എവല്യൂഷൻ ഒരു 5 തവണയും, അതേപോലെ ജോബ് അനാലിസിസ് ജോബ് ഡിസൈൻ ഇവാലുവേഷൻ ഒക്കെ ഒരു 8 ക്വസ്റ്റ്യൻ എടുത്താൽ 5 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് 8 4 തവണയും. ദെൻ ഓർഗനൈസേഷൻ എൻവിറോൺമെന്റ് ഇതേപോലെ ഒരു 8 ക്വസ്റ്റ്യൻ എടുത്താൽ 4 തവണയും. പിന്നെ ഗ്രീവൻസസ് ആൻഡ് ഡിസിപ്ലിൻസ് ഒരു 8 ക്വസ്റ്റ്യൻ എടുത്താൽ 4 തവണയും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രയോറിറ്റി ബേസ്ഡ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു 70% മുകളിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് റിക്രൂട്ട്മെന്റ് സെലക്ഷന്, പെർഫോമൻസ് അപ്രൈസല്, കരിയർ പ്ലാനിങ് അല്ലെ സക്സഷൻ പ്ലാനിങ് ഒക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ടൈം മനസ്സിലാക്കി അത് എഴുതുക. മീഡിയം ലെവലിൽ വരാൻ ചാൻസ് ഉള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബേസിക് എവല്യൂഷന്, ഫങ്ഷൻസ് ഓഫ് HRM, അതേപോലെ സ്ട്രാറ്റജിക് HRM എന്താണ് എന്നുള്ളതൊക്കെയാണ് നമുക്കൊരു മീഡിയം ലെവലിൽ വരാൻ സാധ്യതയുള്ളത്. ഒരു 40 അതിൽ താഴെ ചാൻസ് ഉള്ളതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സോഷ്യലൈസേഷൻ, മൊബിലിറ്റി സെപ്പറേഷൻ, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. ഓരോ കാര്യങ്ങൾ എഴുതുന്ന തോറും നമുക്ക് മാർക്കിനനുസരിച്ചിട്ട് എഴുതുക. 10 മാർക്കിന്റെ ആണെങ്കിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ബുള്ളറ്റിൽ ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ലൈനിൽ ഒരു കൺക്ലൂഷനും കൊടുത്തിടുക. ഇതേ കാര്യം തന്നെ ഇച്ചിരി വൈഡായിട്ടാണ് 20 മാർക്കിൻ്റെത് എഴുതേണ്ടത്. അടുത്തത് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025 3 hours ടൈമിൽ മാക്സിമം മാർക്ക് 100-ലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അറ്റംപ്റ്റ് 5 ക്വസ്റ്റ്യൻ, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരിങ് ഈക്വൽ മാർക്ക്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 അറ്റൻഡ് ചെയ്യുക, എല്ലാം ഒരേ മാർക്ക് ഹാൻഡിൽ ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതിന്റെ ഗോൾ എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എഴുതാനും അതിന്റെ പ്രിൻസിപ്പിൾ രണ്ടിന്റെയും പ്രിൻസിപ്പിളും കാര്യങ്ങളും എഴുതാനുള്ളതും. മൂന്നാമത് ഡിഫൈൻ കരിയർ പ്ലാനിങ് അല്ലെങ്കിൽ സക്സഷൻ പ്ലാനിങ് എന്താണെന്നും കൂടാതെ എക്സ്പ്ലെയിൻ ദ സ്റ്റേജ് ആൻഡ് മെക്കാനിസം ദാറ്റ് മേക്ക് എ കരിയർ പ്ലാനിങ് എഫക്റ്റീവ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ലിങ്കേജ് വിത്ത് സക്സഷൻ പ്ലാനിങ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് ആൻഡ് കമ്പയർ എനി 2 widely used job analysis method indicating briefly how the output inform the job design and job evaluation. ജോബ് ഡിസൈനും ജോബ് വാല്യുവേഷന്റെ സമയത്തും ജോബ് അനാലിസിസ് ചെയ്തത് ഏത് രീതിയിലാണ് അതിന്റെ ബേസിസിൽ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്തത് ഡിസ്കസ് ദ ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് അനലൈസ് ദ ഇമേർജിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് HR മാനേജർ ഇൻ എ കണ്ടംപററി ഓർഗനൈസേഷൻ. 6ാമത്തേത് അനലൈസ് ഹൗ ദ ഓർഗനൈസേഷൻ ഡെവലപ്പ് എൻവിറോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് സച്ച് എസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR അനലിറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കോസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ് ആൻഡ് ഔട്ട്ലൈൻ എ ഫെയർ ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ടുഗദർ വിത്ത് ദ എസെൻഷ്യൽസ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ പ്രോസസ്. അങ്ങനെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ്
discuss how training programs are organized and evaluate to support performance and learning mark. അപ്പോൾ ഇത്രയാണ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അതിന്റെ പ്രോസസ്സ്, അതിന്റെ ഗോള്, കാര്യങ്ങൾ, മെത്തേഡൊക്കെ നോക്കുക. അതേപോലെ നമ്മുടെ ജോബ് അനാലിസിസ് എന്താണെന്നും അതിൽ ജോബ് അനാലിസിസ് നല്ല രീതിയിൽ ചെയ്യുന്നതിലൂടെ ജോബ് ഇവാലുവേഷനും കാര്യങ്ങളും ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. കരിയർ പ്ലാനിങ്, സക്സഷൻ പ്ലാനിങ് ഒക്കെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ജോബ് അനാലിസിസ് അതിനകത്തിൽ ജോബ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ടോപ്പിക്കുകളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകാൻ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.